ഹലോ, എല്ലാവർക്കും ചാരി എസ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു 2016 മോഡലായിട്ടുള്ളൊരു കേട്ടണാണ്. സിംഗിൾ ഓണറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിന് കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോൾ സ്മെല്ലാണ്. ഏകദേശം 59,236 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറുടെ വീട്ടിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പെട്രോൾ സ്മെല്ല് കിട്ടിയില്ല. അപ്പോൾ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഇഞ്ചിൻ റൂം തുറന്നിട്ട് നമ്മൾ ഈ ഒരു മെയിൻ ഹോസ് ചെക്ക് ചെയ്യണം. ഇതിൽ കൂടെ വല്ലതും ലീക്ക് ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്തൊന്നും ലീക്ക് കാണുന്നില്ല. ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡി ആയിട്ടുള്ളൊരു വാഹനം കൂടിയാണത്. പിന്നെ ഇതിൻ്റെ ക്യാനസ്റ്ററിലേക്ക് വരുന്ന ഹോസ് ഉണ്ട് 2 അതും നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. അതും ചെക്ക് ചെയ്ത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്മെല്ല് വരാം. പിന്നെ ഈ ക്യാനസ്റ്ററും ബ്ലോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കംപ്ലൈൻറ്റ് വരാം. നമുക്ക് ഈ ഒരു ക്യാനസ്റ്റർ ബ്ലോക്കായിട്ട് ഇതേപോലെ ഒരു മോഡലിന് നമുക്കൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. അത് മാറ്റിയപ്പോൾ റെഡി ആയിട്ടോ. പിന്നെ കണ്ടോ, ഈ ഒരു സ്വിച്ചിന് വല്ലതും കംപ്ലൈൻ്റ് ആയാലും വരാം. അപ്പോൾ ഇവിടെ നിന്നും ഹോസുകളൊന്നും കാര്യങ്ങളായിട്ട് പൊട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ അണ്ടർ ബോഡിയിലേക്ക് പോകുന്ന ആ ഒരു ഹോസ് ഉണ്ട്, അത് വല്ലതും പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. അത് കാണുന്നത് വെള്ളമാണ് കേട്ടോ, എസിയുടെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോസ് മുഴുവൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും പൊട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നേരെ വന്ന ആ ഒരു ഫിൽറ്ററിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ കണ്ടോ, നല്ലപോലെ നിൽക്കുന്ന സമയത്ത് അതിൽ കൂടെ പെട്രോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രഷർ വരുമ്പോഴും ഇത് ജെർക്കിങ് ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പെട്രോൾ ഇതിൽ കൂടെ ഓരോ ഡ്രോപ്പായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കും, ഈ ഡ്രോപ്പ് വരുമ്പോഴായിരിക്കും ഈ ഒരു സ്മെല്ല് വരുന്നത്. എന്തായാലും ഈ ഒരു ഹോസ് നമുക്ക് പിടിച്ചുകൊണ്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു സ്മെല്ല് വന്നതും കസ്റ്റമർ അപ്പം തന്നെ വിളിച്ച് നമ്മുടെ ഷോപ്പിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇത് മാറ്റിയത് കൊണ്ട് നമ്മൾക്ക് അധികം വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അറിയാമല്ലോ, അപ്പോൾ നമുക്ക് നല്ല ടെമ്പറേച്ചറാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ. വെറുതെ റോട്ടിൽ തന്നെ നിർത്തിയാൽ തന്നെ പെട്രോൾ ഒറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ഈ ഒരു വർക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹോസ് മാറ്റിയിട്ട് നമുക്ക് കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം. ഫിൽറ്റർ മാറ്റിയപ്പോൾ പൊട്ടിയിട്ടുണ്ടാവും, എനിക്കതാ തോന്നുന്നു. ഫിൽറ്റർ മാറ്റിയപ്പോൾ ഇത് നേരെ സർവീസ് ചെയ്ത് പോയതാണ്. ലീക്ക് ഉണ്ടെങ്കിൽ പറയുമോ, അതുമില്ല.